ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പലർക്കും ബോറിംഗ് ആയിരിക്കും. ബട്ട് ഐ പ്രോമിസ് യു, ഇഫ് യു കീപ് വാച്ചിങ്, യു വിൽ അറ്റ്ലീസ്റ്റ് ഹാവ് വൺ ടേക്ക് അവേ ഫ്രം ദിസ് വീഡിയോ. ഞാൻ എൻ്റെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് ചൂസിയാണ്. വേറൊന്നുമല്ല, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഞാനും എല്ലാവരെ പോലെ പെർഫെക്റ്റ് ഒന്നുമല്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ചിലപ്പോൾ ചില ഡിസഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവരുമായിട്ട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തി, എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോളജൈസും ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു 2-3 ഇയേഴ്സ് മുന്നേ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺവെർസേഷൻ്റെ ഇടയിൽ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടായി. ആള് വേറൊരു സ്ഥലത്തായതുകൊണ്ട് ഒരു ഫോൺ കോൺവെർസേഷൻ ആയിരുന്നു. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആളുടെ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് പോയി. ഇത് നമ്മളിൽ ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും അല്ലെ? ദേഷ്യമോ സങ്കടമോ ഒക്കെ വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് പോവുക, അത് ഒരു പ്രശ്നമല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇത് അവിടെ തീർന്നില്ല. ഒരുപാട് ദിവസം ഞാൻ ഫോൺ ചെയ്യാൻ ശ്രമിച്ചു, മെസ്സേജ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ആളുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസ് ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസപ്പിയർ ആയ ഒരു ഫീലിംഗ്, ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് തരുന്ന പോലെ. എൻ്റെ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസിന് ശേഷം ഞാൻ ഒരുപാട് ഇതിനെപ്പറ്റി വായിക്കാനും സെർച്ച് ചെയ്യാനും ഒക്കെ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്, ഈ ഒരു സിറ്റുവേഷൻ എന്താണ് പറയുന്നത് എന്നൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇതിനെ സ്റ്റോൺ വാളിംഗ് എന്നാണ് പറയുന്നതെന്ന്. സ്റ്റോൺ വാളിങ്ങിനെ പറ്റി എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോൺ വാളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചാലും, ഒരു എഫേർട്ട് എടുത്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ പ്രതികരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ കോൺവെർസേഷനിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്നതിനെയാണ് സ്റ്റോൺ വാളിംഗ് എന്ന് പറയുന്നത്. സ്റ്റോൺ വാളിംഗ് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഒരു പ്രോബ്ലം ഡീൽ ചെയ്യാൻ പറ്റാതെ അത് ഫേസ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഒരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. 2, ഒരു കോൺവെർസേഷൻ മുന്നോട്ട് പോകുമ്പോൾ ആ കോൺവെർസേഷനിൽ ആ ആള് ലൂസ് ചെയ്യും അല്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കുമ്പോഴും ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യും. നമ്പർ 3, ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഹേർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. 4, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാത്തവർ അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തവരും ഇങ്ങനെ ചിലപ്പോൾ ബിഹേവ് ചെയ്യും. ഈ സ്റ്റോൺ വാളിംഗ് ചെയ്യുന്നവരെ അറിയാനായിട്ട് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആയിരിക്കും. പക്ഷേ ഒരു റിലേഷൻഷിപ്പിനെ ഡാമേജ് ചെയ്യാൻ ഈ ഒരു ഒറ്റ കാര്യം മതി. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന്റെ ബോണ്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യാൻ ഈ ഒരു ഒറ്റ കാര്യം മതി. ഈ സ്റ്റോൺ വാളിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ജയിച്ചു എന്നൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും, പക്ഷേ അത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പെയിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് സംടൈംസ് പീപ്പിൾ deserve to choose their peace.